നമസ്കാരം. അപ്പോൾ വിശേഷം എന്തുണ്ട്? വിശേഷം നമുക്കൊന്ന് ആദ്യം തിരക്കി നോക്കാം. എങ്ങനെയുണ്ട് വിശേഷ സിനിമ? എങ്ങനെയാണ്? ഗ്രേറ്റ് മൂവി, തീർച്ചയായിട്ടും. വളരെ ചെറിയൊരു തീം വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ഇത് തീരണ്ടില്ലായിരുന്നു തോന്നിപ്പോയി. പടം പെട്ടെന്ന് തീർന്നു പോയതായിരുന്നു തോന്നുന്നത്. ഹാപ്പി എൻഡിങ്, ഗ്രേറ്റ് മൂവി. തീർച്ചയായിട്ടും പ്രേക്ഷകരെ പിടിച്ചിരുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഐ മീൻ, സാധാരണഗതിയിൽ ഞാൻ വയലൻസും അടിപൊളിയുള്ള സിനിമയാണ് കാണാൻ എനിക്ക് ഇഷ്ടം. പക്ഷേ ഹാറ്റ്സ് ഓഫ് തീർച്ചയായിട്ടും ബ്യൂട്ടിഫുൾ. തീർച്ചയായിട്ടും, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ആ പ്രേക്ഷകർക്ക് ഒരിക്കലും ബോറടിക്കില്ല. ഇതുപോലെ സന്തോഷമായിട്ട് റിയലി എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ചിത്രം. അതുകൊണ്ട് ഇതിലൊരു മെസ്സേജ് ഉണ്ട്. അതായത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ നല്ല ഒരുപാട് മെസ്സേജസ് ഈ ഫിലിമിലുണ്ട്. ഒരു കപ്പിൾ എങ്ങനെ ജീവിക്കണം, എന്തായിരിക്കണം മോട്ടിവേഷൻ, ഇതെല്ലാം വളരെ നല്ല മെസ്സേജ്. അപ്പൊ ഇടിയൻ ചന്തു എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിനൊപ്പം തന്നെ കപ്പിൾസിന് പ്രാധാന്യം നൽകുന്ന നല്ലൊരു ചിത്രമായിട്ടാണ് ഈ ഒരു പ്രേക്ഷകൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ബാക്കിയുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ഒരു ചിത്രത്തിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. ഇത് ഈ ഫുൾ ടീം ആണെങ്കിലും ഈ കഥയുടെ മൂവിയുടെ സ്റ്റോറി ആണെങ്കിലും എല്ലാം വളരെ സ്പെഷ്യൽ ആണ്. തീർച്ചയായിട്ടും ആ ഒരു ചിത്രത്തിന്റെ വിശേഷം എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ എഡിറ്റർ ആയിട്ടാണ് സംസാരിച്ചത്. അത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു. ഡയറക്ടറും റൈറ്ററും ഞാനും കൂടി ഇരുന്ന് ഒരു കൊളാബറേറ്റ് ചെയ്തൊരു പ്രോസസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോപ്പ്ഫുള്ളി എല്ലാവരും വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. എങ്ങനെയുണ്ട് വിശേഷ സിനിമ? I thought it was a great movie, a really light-hearted watch. നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീമിനെ നല്ല എന്റർടൈനിങ് ആയിട്ടും ഹോൾസം ആയിട്ടും ആണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. I really loved it. Yes. Yeah, the truth is, ഏറ്റവും best message is that you shouldn't worry about what society thinks and you should value your relationships. ഈ ഒരു സൊസൈറ്റിയിൽ കപ്പിൾസ് തമ്മിലുള്ളൊരു ബന്ധത്തിന്റെ ഒരു വാല്യൂ ആണ് ഈ ഒരു ചിത്രത്തിൽ കാണിക്കുന്നതെന്നാണ് ഈ ഒരു പ്രേക്ഷക ഡയറക്ട്ലി പറയുന്നത്. Honestly, and be happy with each other. Not worry about what people think. അതന്നെയാണ് ഈ സിനിമ കാണിച്ചിട്ടുള്ളത്. Exactly. I thought it was great. വിശേഷം എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്തു കൂടി അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആ സിനിമയിൽ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒന്ന് കേട്ടുപോകാം. വിശേഷം എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിലെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? നൈസ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫാമിലി ഓഡിയൻസ് പടമാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എക്സ്പീരിയൻസ് ഓഡിഷൻ വഴി തന്നെ കിട്ടിയത്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ചെറിയ റോളാണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റിയൊരു കോൺഫിഡൻസ് ഉണ്ട്. 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ വിശേഷം എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലെ മെയിൻ കഥാപാത്രമായ ഷിജു ഭക്തനുമായിട്ട് നേരിട്ട് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് അദ്ദേഹം വിവരിച്ചായിരുന്നു. വിശേഷം എന്ന ഒരു ചിത്രത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം. നല്ല എക്സ്പീരിയൻസ്. ഇപ്പോ സിനിമ കഴിഞ്ഞ് ഞങ്ങള് ഓരോ തിയേറ്ററുകളിലായിട്ട് പോകുമ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുമ്പോൾ ഒരുപാട് സ്നേഹം, സന്തോഷം. അത് തന്നെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത്. ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നത് സിനിമ കണ്ടിറങ്ങുന്ന ആളുടെ മനസ്സ് നിറഞ്ഞിറങ്ങണം എന്നുള്ളതായിരുന്നു. അത് നേരിട്ട് കാണാൻ പറ്റുന്നതിലും ആളുകൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യണം. അപ്പൊ അതൊരു വല്ലാത്ത വികാരമാണ്. അപ്പൊ അത് സന്തോഷം ഏറെ നൽകുന്നതാണ്. ലൊക്കേഷൻ ഉണ്ടായിരുന്നത് തൃപ്പൂണിത്തറ, കൊച്ചിയുടെ ബാക്കിയുള്ള പ്രദേശങ്ങളിലായിരുന്നു. നഗരമല്ല, നഗരത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ഒരു തരത്തിൽ പറഞ്ഞ ഒരു ചെറിയ ടൗണാണ് തൃപ്പൂണിത്തറ. എന്നാൽ മെട്രോവിന്റെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ടൗൺ. അപ്പൊ അങ്ങനെ ഒരു പ്രദേശമായിരുന്നു നമുക്ക് ഈ കഥയ്ക്ക് ആവശ്യം. അതുകൊണ്ടാണ് തൃപ്പൂണിത്തറ എടുത്തത്. വളരെ ഹാപ്പിയാണ്. എല്ലാവരും പോയി സിനിമ കാണാൻ, അത്രേ പറയാനുള്ളൂ. ഈ ഒരു ചിത്രത്തിൽ വളരെ മനോഹരമായി അഭിനയിച്ചിരിക്കുന്ന നടി ചിന്നു ചാന്ദിനി. അപ്പൊ അദ്ദേഹം നമ്മുടെ വീഡിയോ മുമ്പിൽ വന്നായിരുന്നു. എങ്ങനെയുണ്ട് വിശേഷത്തിലെ എക്സ്പീരിയൻസ്? വിശേഷം വളരെ നല്ലതായിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആക്ച്വലി എനിക്ക് പ്രോപ്പറായിട്ട് പറയാൻ വാക്കുകളില്ല. കാരണം വിശേഷം ഇപ്പോൾ എല്ലാവരും കണ്ടിറങ്ങി വളരെ നല്ല അഭിപ്രായമാണ്. ശരിക്കും എല്ലാ പ്രേക്ഷകരുടെ ഒരു ഫേസിലും ഹാപ്പിനെസ് ആണുള്ളത് ഈ ഒരു ചിത്രം. അപ്പൊ അതിനെ കണ്ടപ്പോൾ എന്താണ് തോന്നുന്നത്? അത് അവർ സന്തോഷം കാണുമ്പോൾ നമുക്ക് സന്തോഷമില്ല. അത് നമ്മൾ ഈ ആൾക്കാർ കണ്ട് നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ടാണല്ലോ സിനിമ എടുക്കുന്നത്. അപ്പോൾ
അപ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നത് ഭയങ്കര സന്തോഷം. ഈ ഒരു ചിത്രത്തിന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു? ലൊക്കേഷനും അതോടൊപ്പം തന്നെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആക്ച്വലി ഭയങ്കര ഒരു എന്താ പറയാ, സൂര്യചേട്ടനും ആനന്ദേട്ടനും ഒക്കെ നമ്മുടെ പിന്നെ ബാക്കി ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര ആഗ്രഹത്തോടു കൂടി ചെയ്ത കുടുംബത്തെ പോലെ തന്നെയായിരുന്നു അല്ലേ? ഒരു ആഗ്രഹത്തോടു കൂടി ചെയ്ത സിനിമയാണല്ലോ. അപ്പൊ അത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നപ്പം അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അടുത്തൊരു പുതിയൊരു സിനിമയിലേക്ക് അവസരങ്ങൾ ഇനി ഒഴുകിക്കൊണ്ടേയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ചിത്രത്തിന്റെ ഒരു മൂവി, അതായത് പ്രേക്ഷകരുടെ ഒരു ഹാപ്പിനെസ് കണ്ടിട്ട് തോന്നുന്നതാണ്. അതിനെ കുറിച്ച് എന്താണ് പറയുക? അല്ല വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അഭിനയിക്കുന്നത്. അപ്പൊ അടുത്ത ഇനി ഒരുപാട് മൂവീസ് ചെയ്യണം. ഇത് അതിനൊരുപാട് നമുക്ക് എല്ലാവർക്കും അതിലുള്ള എല്ലാവർക്കും അതിന് വഴി ഒഴുക്കട്ടെ എന്ന് ഐ എം പ്രേയിങ്. ഈ ഒരു ചിത്രത്തിന്റെ മെയിൻ ലൊക്കേഷൻ ഏത് ഏരിയ ആയിരുന്നു? ഇത് എറണാകുളം തന്നെയാണ്, തൃപ്പൂണിത്തറ ആ ഒരു പരിസരത്ത് തന്നെയാണ്. മെട്രോ ഒക്കെ ഉണ്ടല്ലോ, മെട്രോ. നമ്മള് പ്രോപ്പർ എറണാകുളത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഹാപ്പിയാണല്ലേ? ശരിക്കും ആ ഒരു ചിത്രം കണ്ടതിന് ശേഷം എല്ലാ പ്രേക്ഷകരുടെ ഫേസിലും വളരെ സന്തോഷത്തിന്റെ ഒരു തിരിയാണ് തുറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമാണ്, നിങ്ങളെല്ലാവരും പോയി കാണണം. വളരെ ഗുഡ് ഫിലിം. എങ്ങനെയുണ്ട് വിശേഷത്തിൽ? വിശേഷം ആ പേര് പോലെ തന്നെ വിശേഷം. നമ്മ ഒരു ഇപ്പൊ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആളുകൾ ഒരു 1-2 മാസം 3 മാസം കഴിയുമ്പോൾ ചോദിക്കുന്ന ചോദ്യം പോലെ തന്നെയാണ് വിശേഷം. ഈ ഒരു ജനറേഷനിൽ മാത്രമല്ല, ആദ്യകാലം മുതലേ വിവാഹത്തിനു ശേഷം 2-3 മാസം കഴിയുമ്പോൾ എന്തുണ്ട് വിശേഷം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ആ ഒരു മാർക്കാണ് ഈ ഒരു ചിത്രത്തിന്റെ അടിസ്ഥാന ഘടകം. കപ്പിൾസിന്റെ ഒരു വാല്യൂ തന്നെ തുറന്നു കാണിക്കുന്ന ഒരു ചിത്രമാണെന്നാണ് ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത്. കാരണം കുട്ടികളില്ലാത്ത ദമ്പതിമാരും അവർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും അവരുടെ മാനസിക പ്രശ്നങ്ങൾ ഈ സിനിമയിൽ ശരിയായിട്ടും തുറന്നു കാണിച്ചിട്ട് തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കരുത്. ഈ ചോദ്യം ഒഴിവാക്കുക. വിശേഷം എന്താണ്, അല്ലെ വിശേഷം എന്തായി എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാസം 3 മാസം കഴിയുമ്പോൾ ആളുകൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ ചോദ്യം ദൈവം ഈ സിനിമ ഉണ്ടെങ്കിലും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കാറ്. കാരണം അതേപോലത്തെ അവരുടെ മാനസിക പ്രശ്നങ്ങൾ, അതായത് അങ്ങനെ വരുന്ന തുറന്നു കാണിക്കുന്ന ചിത്രങ്ങൾ, അതായത് കുട്ടികളില്ലാത്തവരോട് ചോദിക്കരുത് ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി ഡയറക്ടർ എന്തായാലും ഇതിലൂടെ ഒരു സന്ദേശം നൽകുന്നുണ്ട്. കപ്പിൾസിന് അതന്നെ തീർച്ചയായും കപ്പിൾസിന് പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷെ ഇതില് മക്കളില്ലാത്ത ദമ്പതിമാരുടെ ആ മനോവിഷമം, അവരുടെ പ്രയാസങ്ങളും ഇതിലൂടെ നമ്മ മനസ്സിലാക്കി എടുക്കണം. ഈ ചോദ്യം ഒഴിവാക്കുക ഈ സിനിമ ഉണ്ടെങ്കിൽ. അപ്പൊ വിശേഷം ഈ ഇതിന്റെ ഡയറക്ടറും ഇതിൽ അഭിനയിച്ച പുതുമുഖങ്ങളായിട്ട് അഭിനയിച്ചെന്ന് വേണമെങ്കിൽ പറയാം. മ്യൂസിക് ഡയറക്ടർ അതെ വിശേഷം തന്നെയാണ്. കാരണം ഇതില് എന്തായാലും ശരീരഘടന അങ്ങനെയൊന്നും വേണ്ട. അത് ആർക്ക് വേണമെങ്കിൽ നായകനാകാം എന്ന് ഈ ചിത്രം തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഭംഗിയൊന്നുമല്ല, അതിൽ അഭിനയമാണ് പ്രാധാന്യം. എന്തായാലും ഈ സിനിമയിലൂടെ ഇതിന്റെ ഡയറക്ടർ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും നല്ലൊരു സന്ദേശമാണ് ഈ സിനിമയിലൂടെ ഇദ്ദേഹം നൽകിയിരിക്കുന്നത്. ദയവ് ചെയ്ത് വിവാഹം കഴിഞ്ഞ് 1 വർഷം 2 വർഷം കഴിഞ്ഞവരോട് എന്താ കുട്ടികളാവാത്തത് ഇങ്ങനെയുള്ള വിഷയം ചോദിച്ച് നിങ്ങൾ അവരെ മാനസികമായിട്ട് തളർത്താതിരിക്കുക. അങ്ങനെ ഒരു സന്ദേശം ഈ സിനിമയിലൂടെ കേരള ജനതയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വിശേഷം വന്ന് ഫാമിലി ആയിട്ട് വന്ന് കാണുക. നല്ലൊരു ചിത്രം, നിങ്ങൾക്ക് രസിക്കാം. നല്ല ഗാനങ്ങളുണ്ട്. ഇതിൽ അഭിനയിച്ച വ്യക്തികളൊക്കെ നന്നായിട്ട് അഭിനയിച്ച നമുക്ക് ചിരി വരാത്ത ആളുകൾക്കും ചിരി വരും എന്ന് കാണിച്ചുകൊണ്ട് വിശേഷം എന്ന സിനിമ വിശേഷം പോലെ. ഈ ഒരു ചിത്രം 1 ടൈം വാച്ചബിൾ അല്ല, അതിൽ എത്ര തവണ വേണമെങ്കിലും കാണാവുന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കോ ഫാമിലി ആയിട്ടോ പോയി ധൈര്യപൂർവ്വം പണം മുടക്കി കാണാവുന്ന നല്ലൊരു ചിത്രമാണെന്നാണ് ഓരോ പ്രേക്ഷകരും ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിശേഷം പോലെ തന്നെ വളരെ ഗുഡ് ഫിലിം ആണെന്നാണ് ഓരോ പ്രേക്ഷകരുടെയും അഭിപ്രായം.